ഇതുപോലെ തന്നെ ഓരോരോ ടീം ഉണ്ടാവും ബൈക്കിൽ കറങ്ങാനായിട്ട്. തീ പെരുന്നാൾ കൊല്ലത്തെ തീ മച്ചന്മാരെ അലീൽ ഷെയ്ഖാണ്. എല്ലാവർക്കും ഹാപ്പി ഈദ് മുബാറക്. അപ്പോൾ എന്തായാലും നമ്മുടെ ലക്ഷദ്വീപിൽ ഞാനിപ്പോൾ ഉള്ള നമ്മുടെ ചെത്ലാത്ത് ദ്വീപിലാണ്. അപ്പോൾ ചെത്ലാത്ത് ദ്വീപിലത്തെ പെരുന്നാൾ, വലിയ പെരുന്നാൾ ആഘോഷം എങ്ങനെയുള്ളതിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ലക്ഷദ്വീപിൽ ഓരോ ദ്വീപിലും ഞാനും നമ്മുടെ കൂട്ടുകാരങ്ങ പോകുന്നുണ്ട് കേട്ടോ കൂടെ. ഓക്കെ, അപ്പോൾ എന്തായാലും ലക്ഷദ്വീപിലത്തെ ഓരോ സ്ഥലത്തിലുള്ള ഓരോ രീതിയിലുള്ള പെരുന്നാൾ ദിവസങ്ങളിൽ ഇപ്പോൾ നമ്മുടെ കടമത്ത് ദ്വീപിലാണെങ്കിൽ കടമത്തിൻ്റെ തെക്ക് ഭാഗത്ത് പോയിക്കൊണ്ട് ആഘോഷിക്കും എന്നതുപോലെയാണ്. അപ്പോൾ ദ്വീപിൽ പെരുന്നാളെന്ന് വെച്ചാൽ നമുക്ക് കേരളത്തിലാണെങ്കിൽ സാധാരണ പെരുന്നാളിൻ്റെ ദിവസം കുടുംബങ്ങൾ കൂടിയിട്ട് എന്താക്കും ട്രിപ്പൊക്കെ പോകും, ഏതെങ്കിലും അടുത്തുള്ള സ്ഥലങ്ങളിലോ എവിടെയെങ്കിലും ട്രിപ്പൊക്കെ പോയിട്ട് ആഘോഷിക്കലാണ്. കാരണം അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. എന്നാൽ നമ്മുടെ ദ്വീപിലാണെങ്കിൽ അങ്ങനെ പോകാനുള്ള സ്ഥലങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ ചെത്ലാത്ത് ദ്വീപിൽ പെരുന്നാളെന്ന് വെച്ചാൽ ആദ്യത്തെ പെരുന്നാൾ, അതായത് ഫസ്റ്റ് ഡേ എല്ലാവരും വടക്ക് ഭാഗത്താണ് ഉണ്ടാകുക. വടക്ക് ഭാഗത്തെന്ന് വെച്ചാൽ നമ്മുടെ ഗാന്ധി ദ്വീപ്, അതുപോലെ ചിൽഡ്രൻസ് പാർക്ക്. നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ അതാ നമ്മളിപ്പോൾ നമ്മുടെ മുമ്പിൽ ദിക്കറിൻ്റെ പരിപാടി ഉണ്ട് കേട്ടോ. പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് എന്തായാലും ദിക്കറുകാരുടെ അടുത്ത് വരാം. എന്തായാലും അപ്പോൾ അങ്ങനെയാണ് പെരുന്നാളിൻ്റെ കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ചെത്ലാത്ത് ദ്വീപിൻ്റെ വടക്ക് ഭാഗത്തുള്ള ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ ചിൽഡ്രൻസ് പാർക്ക്, അതുപോലെ തന്നെ ഗാന്ധി ദ്വീപ്, അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കാണ്. ഇതുണ്ട്, ഇതാണ് നമ്മുടെ ചെത്ലാത്ത് ദ്വീപിൻ്റെ ചിൽഡ്രൻസ് പാർക്ക്. ചെത്ലാത്തിൽ നമ്മുടെ ഒരു കൂട്ടുകാരനുണ്ട്, മോട്ടിവേഷൻ സ്കിൽ ഡെവലപ്മെൻറ്റ് ട്രെയിനറും കൂടിയാണ്, മുബാറക് സാർ. നമ്മുടെ ഇവിടുത്തെ പെരുന്നാൾ സാധാരണ ഇങ്ങനെ തന്നെയാണോ? ആദ്യത്തെ പെരുന്നാളുകൾ ആദ്യത്തെ ദിവസം ഈ വടക്ക് ഭാഗത്ത് അങ്ങനെയാണോ? അങ്ങനെയാണ്. ഞാൻ ബേസിക്കലി അധികവും ഞാൻ ഈ നാട്ടിലില്ലാത്തൊരു വ്യക്തിയാണ്. പക്ഷേ സീരിയസ്ലി വളരെ ചുരുങ്ങിയ ടൈമിലാണ് ഞാൻ പെരുന്നാൾ കൂടാറായിട്ടുള്ളത്. പക്ഷേ കൂടുതലും സമയം നമ്മുടെ വടക്ക് ഭാഗത്തിലാണ് പെരുന്നാൾ ഉണ്ടാവുന്നത്. പക്ഷേ ഇത് ഒരു എൻ്റർടൈൻമെൻറ്റും കൂടിയാണ്. ഇതുപോലെ തന്നെ ഓരോരോ ടീം ഉണ്ടാവും ബൈക്കിൽ കറങ്ങാനായിട്ട്. ഓരോരോ ബാച്ചായിട്ട് ഓരോ ഗ്യാങ് ഉണ്ടാവും. അങ്ങനെ ഓസമാണ് പെരുന്നാൾ. എന്തായാലും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലക്ഷദ്വീപിൽ എല്ലാ ദ്വീപിലും ഇങ്ങനെ ഒരു സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ ആന്ധ്രാദ്വീപിലാണെങ്കിൽ മൂലക്കടപ്പുറം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. കടമദ്വീപിലാണെങ്കിൽ ഏറ്റവും തെക്ക് ഭാഗത്തുള്ള ടൂറിസ്റ്റ് ഹട്ട്, ഓസം പ്ലേസ് അല്ലേ? അപ്പോൾ എന്നതുപോലെ നമ്മുടെ ചെത്ലാത്ത് വടക്ക് ഭാഗത്തുള്ള ചിൽഡ്രൻസ് പാർക്കും അതുപോലെ നമ്മുടെ ഗാന്ധി ദ്വീപ് ഇതൊരു ഫസ്റ്റ് സ്പോട്ട് തന്നെയാണ്. കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് വന്ന് ലൊക്കാലിറ്റി ചെയ്യാനും ഇരിക്കാനും ഇഷ്ടംപോലെ സ്ഥലമുള്ള ഒരു പ്ലേസും കൂടിയാണ് ഈ ഒരു സ്ഥലം. ഉള്ള സ്ഥലം വെച്ചുകൊണ്ട് നമ്മൾ ശരിക്കും എൻജോയ് ചെയ്യുന്നതാണ്. നമുക്കങ്ങനെ ദൂരെ പോകാനുള്ള സ്ഥലങ്ങളില്ലാത്തതുകൊണ്ട് നമ്മുടെ ഈ 2.5 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ നമ്മൾ അടിപൊളി സ്ഥലം കണ്ടെത്തുന്നു. എനിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിവിടെ വന്നിട്ട് 2 വർഷമായി. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട് ചെത്ലാത്ത്. ശരിക്കും ഒരുപാട് ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ ഇവിടുത്തെ. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ എന്തായാലും നമ്മളെ ഇവിടുത്തെ കാഴ്ച നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് കാണിച്ചു കൊടുക്കാൻ വിചാരിച്ചു. ഇറ്റ് ഈസ് ഓസം. യു വിൽ റിയലി എൻജോയ് ഇറ്റ്. ഇബ്നു ബത്തൂത്ത പോയ സാഹസിക യാത്ര പോലെ ഒരു നാൾ ഞാനും മദീന പോകും. ഇരപകൽ ഭേദമന്യ തിരു ഹബീബിൻ റൗള തേടി ഒരു നാൾ ഞാനും ഇവിടെ ഒരു ചെറിയൊരു ചായപ്പീടി ഉണ്ട് കേട്ടോ. ചായപ്പീടിയല്ല, ചായ ഉണ്ട്. ചായക്കുള്ളൊരു ചെറിയൊരു പീടിയ കൂടി ഉണ്ട് ഇവിടെ. പിസ്ത ഉണ്ട്, മാംഗോ ഉണ്ട്, ഐസ്ക്രീം, പല ജാതി ഐസ്ക്രീം നല്ല സൺഡേ ഉണ്ട്. ഇതിന്റെ സ്പൂൺ അടക്കം. ഇത് ഈ കട ഇത് പഞ്ചായത്തിന്റെ അണ്ടറിലാണ്. ഇത് എല്ലാ ദിവസവും ഓപ്പൺ ആണോ? അല്ല പെരുന്നാളിന് വേണ്ടി? ഇത് പെരുന്നാൾക്ക് വേണ്ടി നമ്മള് ആള് ഇപ്പൊ വരാത്തതുകൊണ്ട് പെരുന്നാൾക്ക് വേണ്ടി തുടങ്ങിയാണ്. എന്തായാലും നാട്ടുകാർക്കൊക്കെ സന്തോഷം ആയിക്കോട്ടെ. അതെ, നാട്ടുകാർക്കൊക്കെ സന്തോഷം. തടയരുതെന്നെ പാപി എന്ന പേരിൽ തങ്ങളെ തടയണ തീർത്ത് തകർക്കല്ലേ എൻ കിനാക്കളെ. പറയാൻ അർഹതയില്ലെന്നറിയാമെങ്കിലും പല നാളായി കൊതിച്ചൊരാഗ്രഹമാ തിങ്കളെ. ഇബ്നു ബത്തൂത്ത പോയ സാഹസിക യാത്ര പോലെ ഒരു നാൾ ഞാനും മദീന പോകും. തീ പെരുന്നാൾ കൊല്ലത്തെ തീ ഇല്ല എല്ലാ കൊല്ലവും ഇങ്ങനെയല്ലേ നിങ്ങൾ വെറൈറ്റി ആയിട്ട് ആഘോഷിക്കുന്ന എല്ലാ കൊല്ലവും. ഇപ്പോൾ മാത്രം ആൾ കുറവായി ഇപ്രാവശ്യം പ്രതീക്ഷിച്ചായിട്ട് ആൾക്കാർ വന്നല്ലേ ഇവിടെ. ഭയങ്കര മോശമൊക്കെ ഇപ്രാവശ്യം. ഇന്നും പരിവാഹമുണ്ട്. മച്ചന്മാരെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ പെരുന്നാൾ ആദ്യത്തെ ദിവസം. അപ്പോൾ ഇനി രണ്ടാമത്തെ ദിവസം എന്ന് വെച്ചാൽ ഇതിൻ്റെ തെക്ക് ഭാഗത്താണ് ആൾക്കാർക്ക് വരിക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.
പിന്നെ അത് മാത്രമല്ല ദിക്കറിൻ്റെ പരിപാടി കൂടിയുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസും കൂടി ഇൻഷാ അല്ലാഹ് നമ്മുടെ വ്ളോഗിൽ കൂടി കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ.